ഹലോ ഫ്രണ്ട്സ്, മല്ലോ കോട്ടറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബ്ലോക്കിനെ കുറിച്ച് പഠിച്ചു. ടെക്സ്റ്റ് ബ്ലോക്കിലെ ഓരോ ബ്ലോക്കുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ആ കാറ്റഗറിയിൽ വരുന്ന രണ്ടാമത്തെ ഒരു ബ്ലോക്കിൽ പെട്ട രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് കൂടിയാണ്. നമ്മൾ ഒരു എല്ലാ ലാംഗ്വേജിലും ഡാറ്റ ടൈപ്പുകൾ കാണും. സ്ട്രിങ്, നമ്പർ, ലിസ്റ്റ്, അതുപോലെ ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ് ലിസ്റ്റ്. അപ്പോൾ അതിൽ ഒരുപാട് ബ്ലോക്കുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ബ്ലോക്കുകളും അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് വരുന്നത് ക്രിയേറ്റ് എംപ്റ്റി ലിസ്റ്റ് ആണ്. ഈ ബ്ലോക്കാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു എംപ്റ്റി ആയിട്ടുള്ള ലിസ്റ്റ്, ഐറ്റംസ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുക, വേറൊരു എംപ്റ്റി ആയിട്ടുള്ള ലിസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാനാണ് ക്രിയേറ്റ് എംപ്റ്റി ലിസ്റ്റ് ആണ് ഒരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വേരിയബിളിലാണ് എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ് ആയാലും ഒരു നമ്പർ ആയാലും ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരു വേരിയബിളിലായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏറ്റവും ഫസ്റ്റ് ഒരു ബ്ലോക്ക് ഉണ്ട്, ഇനീഷ്യലൈസ് ഗ്ലോബൽ നെയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നെയിം എന്നുള്ള ആ വേരിയബിളിൻ്റെ പേരാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, മാറ്റാം, ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒരു സാമ്പിൾ ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ് എൻ്റെ പേര്. ഓക്കെ, സാമ്പിൾ ലിസ്റ്റ് എന്നാണ് ഒരു വേരിയബിളിൻ്റെ പേര് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ ക്രിയേറ്റ് എംപ്റ്റി ലിസ്റ്റ് എന്ന ബ്ലോക്ക് ഇതിനോട് ആഡ് ചെയ്യാം. അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു സാമ്പിൾ ലിസ്റ്റ് എന്നുള്ള വേരിയബിളിൻ്റെ പേരിൽ ഒരു എംപ്റ്റി ലിസ്റ്റ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. ഈ ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ എംപ്റ്റി ആയിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മറ്റൊരു അവസരത്തിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരുപാട് ഐറ്റംസുകൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്ത ബ്ലോക്ക് വരുന്ന ലിസ്റ്റിൽ മേക്ക് എ ലിസ്റ്റ്. ഈ ബ്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു ലിസ്റ്റ് എന്ത് ചെയ്യുക, എംപ്റ്റി ആയിട്ടും ഇനീഷ്യലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്തിട്ടും ഇനീഷ്യലൈസ് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് മേക്ക് എ ലിസ്റ്റ് എന്ന ബ്ലോക്ക്. ഇതിലൊന്നും കൂടി എന്ത് ചെയ്യുക, ഒരു വേരിയബിൾ നെയിമും കൂടി ഉണ്ടാക്കുകയാണ്. ഇത് വേണ്ട, ആ വേരിയബിൾ നെയിമിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യാം, എത്ര ഐറ്റംസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര ഐറ്റംസ് വേണം എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഞാൻ അതിലൊരു 3 ഐറ്റംസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാമോ, ഏത് ഡാറ്റ ടൈപ്പുകളും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഒരു സ്ട്രിങ് ആകുമ്പോൾ സ്ട്രിങ് മാത്രം, അങ്ങനെ ഒരു കണക്കൊന്നും കൂടുതലാറില്ല. ആദ്യം നമ്മൾ സ്ട്രിങ് കൊടുക്കണേ. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബ്ലോക്സിൽ എന്ത് ചെയ്യാം, ഈ ബ്ലോക്കിൽ പോയിട്ട് ഈ ബ്ലോക്ക് ഇട്ടാൽ മതി, സ്ട്രിങ് ബ്ലോക്ക്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മല്ലു കോഡർന്ന് കൊടുക്കാം. കോഡർ എന്നുള്ളൊരു ടെക്സ്റ്റ്, ഒരു സ്ട്രിങ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക്. ഇനി വേറെ എന്ത് ചെയ്യും, ഒരു നമ്പർ കൊടുക്കാം. ഇവിടെ നമ്പർ ആയിട്ടുണ്ട്. നമ്പറിലൊരു 100 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് എന്തെങ്കിലും ഒരു ബൂലിയൻ വാല്യൂ സാധാരണ ലോജിക്കിലാണ് കാണുക. ലോജിക്കലി ബൂലിയൻ ഈ രണ്ടെണ്ണമാണ് ബൂലിയൻ വാല്യൂ ആയിട്ട് വരുന്നത്, ട്രൂവും ഫാൾസും. നമ്മളിവിടെ ഫാൾസ് കൊടുക്കുകയാണ്. ഈ 3 ഐറ്റംസ് ഉള്ള ഒരു ലിസ്റ്റ് എന്തായിരിക്കുന്നു, സാമ്പിൾ ലിസ്റ്റ് എന്നുള്ള പേരിൽ ഇനീഷ്യലൈസ് ആയി. അപ്പോൾ ഈ ലിസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ എവിടെ യൂസ് ചെയ്യുമ്പോഴും ഈ ഐറ്റംസുകളൊക്കെ അതിൽ എന്തുണ്ടാവും, നമുക്ക് അതിന് ഫെച്ച് ചെയ്തിരിക്കാവുന്നതാണ്. നമ്മൾ ഈ ലിസ്റ്റ് എങ്ങനെ കാണാൻ, നമ്മൾ ഡു ഇറ്റ് ചെയ്ത് നോക്കാം. ഡു ഇറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഒരു 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 ഐറ്റംസുകൾ കണ്ടില്ലേ. ഫസ്റ്റ് കോഡറൊന്നും, പിന്നെ 100 പിന്നെ ഫാൾസും. ഇത് 3 ഐറ്റംസുകളാണ് ഈ ലിസ്റ്റിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇതിൽ ഇനി വേണമെങ്കിൽ മൊത്തം സ്ട്രിങ് ആക്കുകയും ചെയ്യാം, മൊത്തം നമ്പർ ആക്കുക, അങ്ങനെ നിങ്ങളെ ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഏത് ഡാറ്റ ടൈപ്പ് ആണെങ്കിലും ഒരു ലിസ്റ്റിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞതാണ്. ഇനി ലിസ്റ്റിൽ അടുത്ത ബ്ലോക്ക് വരുന്നത് ആഡ് ഐറ്റം ടു ലിസ്റ്റ്. ഓക്കെ, നമ്മൾ 3 ഐറ്റംസ് ഉള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു അവസരത്തിൽ ഒരു ഐറ്റംസും കൂടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ആഡ് ഐറ്റംസ് ടു ലിസ്റ്റ്.
നമുക്കിവിടെ ഒരു ഐറ്റംസ്, ഇവിടെ ഐറ്റം എന്നുള്ള ബ്ലോക്ക് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര ഐറ്റം വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനായിട്ട് നേരത്തെ കൊടുത്ത പോലെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2 ഐറ്റം ആണ്, 2 കൊടുക്കാം. 3 ആണ്, 3 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഐറ്റം കൂടി എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്റർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ലിസ്റ്റിൽ എന്താണ് കൊടുക്കേണ്ടത്, കാരണം ഞാനിവിടെ സാമ്പിൾ ലിസ്റ്റ് പറഞ്ഞ ലിസ്റ്റിലാണ് ഈ ഐറ്റംസുകൾ 3 ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ലിസ്റ്റിൽ എന്ത് ചെയ്യണം, ആ ലിസ്റ്റിക്കല്ലേ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ വേരിയബിൾ നെയിം കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് വേരിയബിൾ നെയിം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിമൊന്ന് വെച്ചുകൊടുത്താൽ മതി. മൗസ് കൈസർ വെച്ചുകൊടുത്താൽ തന്നെ 2 ബ്ലോക്ക് കിട്ടും. ഒന്ന് സെറ്റ് സാമ്പിൾ ലിസ്റ്റ് എന്നും അതുപോലെ ഗെറ്റ് എന്നാണ്. നമുക്ക് ഇവിടെ ഒരു ഗെറ്റ് ആണ് കിട്ടേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ നെയിം എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ലിസ്റ്റിൽ എന്തൊക്കെയുള്ളത് നമുക്ക് കിട്ടണം എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെയും ഒരു ഡു ഇറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഈ ലിസ്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അവിടെയും കാണിക്കും. ഉണ്ടോ, നമ്മൾ നേരത്തെ ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് ഇത് കാണിച്ചിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഐറ്റംസിലേക്ക്, ആ ലിസ്റ്റിലേക്ക് നമുക്കൊരു ഐറ്റം കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ഓക്കെ മല്ലു എന്നുള്ളൊരു ടെക്സ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ലിസ്റ്റിൻ്റെ പേര് കൊടുത്താൽ മതി. ഇവിടെ ഏത് ഐറ്റമാണ് ആഡ് ചെയ്യുന്നതെന്നും കൊടുക്കുക. കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റിങ്സിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഐറ്റംസ് ആണ് കൊടുക്കുന്നത്, ഒരു ഐറ്റം. ഇനി അടുത്ത ബ്ലോക്കാണ് ഈസ് ഇൻ ലിസ്റ്റ് തിങ്. ഈ ബ്ലോക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്യണ ബ്ലോക്കുകളൊക്കെ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യുക. ഒരു മൂല്യം വാല്യൂ ആയിരിക്കും. ഇതൊരു ട്രൂവോ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ബ്ലോക്കുകൾ അധികവും ഇഫ് ലൂപ്പുകളിലാണ് യൂസ് ചെയ്യുക. ഇതിൻ്റെ യൂസ് കേസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിൽ നമുക്ക് കോഡർ എന്ന് പറഞ്ഞൊരു വാല്യൂ ഈ ലിസ്റ്റിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് തിങ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാവും. അതിനുള്ളിൽ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, കോഡറാണ് നമ്മൾ എന്ത് ചെയ്യണത്, സെർച്ച് ചെയ്യണേ. ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, കോഡർ എന്ന് പറഞ്ഞ തിങ് ഏത് ഈ സാമ്പിൾ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇവിടെ ഈ ലിസ്റ്റിൻ്റെ ഇതിവിടെ നേരത്തെ കൊടുത്തതുപോലെ ലിസ്റ്റിൽ എന്ത് ചെയ്തു, നമ്മളൊരു വേരിയബിളിൻ്റെ പേര് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുപോയി വെക്കുക. അപ്പം ഗെറ്റ് സാമ്പിൾ ലിസ്റ്റ് കാണും. അത് നേരെ ഇവിടെ കൊണ്ടുപോയി ഡ്രാഗ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ചെക്ക് ചെയ്ത്, ഈ ലിസ്റ്റിൽ ഈ കോഡർ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് എന്താ ചെയ്യാം, ഒന്ന് ഡു ഇറ്റ് ചെയ്ത് നോക്കാം എന്താണ് വാല്യൂ കിട്ടുക എന്ന്. ഉണ്ടോ, ട്രൂ. കാരണം എന്താണ്, ഇത് ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്തു. കാരണം ഈ കോഡർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഈ ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഇത് ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഒന്ന് കോഡറത്തെ ഒരു 6 അങ്ങ് മായ്ച്ച് കളയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടി ഡു ഇറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇവിടെ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്തു. കാരണം എന്താ, അങ്ങനത്തെ ഒരു ഐറ്റം ഈ ലിസ്റ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്തത്. ഇതൊക്കെ അധികം യൂസ് വരും, നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് ചെക്ക് വരും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലോക്കുകളാണ്, അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ബ്ലോക്ക് ലെങ്ത് ഓഫ് ലിസ്റ്റ് ആണ്. ഒരു ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ള അതിൻ്റെ കൗണ്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ആ ലിസ്റ്റിലെ ഐറ്റംസുകളുടെ എണ്ണമാണ്. നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ട് എന്നൊന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ ലിസ്റ്റിൽ എന്താണ് കൊടുക്കേണ്ടത്, നേരത്തെ കൊടുത്ത അതേപോലെ തന്നെ എന്താണ് ഈ വേരിയബിൾ നെയിം കൊടുക്കാം, ഗെറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഇനി നമുക്ക് അതൊന്ന് ഡു ഇറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, 3 ഐറ്റം. കാരണം ഇതിൽ 3 ഐറ്റമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് ആഡ് ബ്ലോക്ക് ജസ്റ്റ് കൊടുത്തെന്നുള്ളൂ, അതിലേക്ക് ആഡ് ആയിട്ടില്ല. അപ്പോൾ ഈ 3 ഐറ്റംസിനെയാണ് ഇതിൽ കാണിക്കുന്നത്. എത്ര ഐറ്റം. ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു കണ്ടീഷനിലും യൂസ് ചെയ്യും. അതേപോലെ കമ്പയർ ചെയ്യുമ്പോൾ 2 ലിസ്റ്റുകളെ ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് കൂടിയാണ്. വളരെ ഇത് ടെക്സ്റ്റിൽ നമ്മൾ കണ്ടു, ലെങ്ത് ഓഫ് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാനുള്ള ബ്ലോക്ക് ഉണ്ട്. അതുപോലെ ലിസ്റ്റിൻ്റെ ലെങ്ത് കാണാനുള്ളതുണ്ട്.
ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ബ്ലോക്ക് എന്താ ഇസ് എം ടി. ഇതൊരു കണ്ടീഷൻ ബ്ലോക്കാണ്, ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്ലോക്ക് യൂസ് ചെയ്യില്ല, ഈസി ലിസ്റ്റ് ആണ് പോലത്തെ ഒരു ബ്ലോക്കാണിത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന ലിസ്റ്റ് അതിൽ ഐറ്റംസ് ഉണ്ടോ, എം ടി ആണോ, ആ ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എം ടി അല്ല, കാരണം എന്താണ് 3 ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വേരിയബിളിൻ്റെ പേര് ഇവിടെ കൊടുക്കുകയാണ്, വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫാൾസ്. കാരണം എന്താണ് എം ടി അല്ല, കാരണം 3 ഐറ്റംസ് ഈ ലിസ്റ്റിലുണ്ട്. ഇനി ഈ ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മാറ്റിയിട്ട് ക്രിയേറ്റ് എം ടി ലിസ്റ്റ് കൊടുക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒന്ന് എന്ത് ചെയ്യുക, ഡു ഇറ്റ് ചെയ്ത് വെക്കാം. ട്രൂ. കാരണം എന്താണ്, ഇത് ഈ ഒരു എം ടി ലിസ്റ്റ് ആണ്. കാരണം നമ്മൾ ആ വേരിയബിളിൽ ഒരു ക്രിയേറ്റ് എം ടി ലിസ്റ്റ് എന്ന ബ്ലോക്കാണ് കൊടുത്തത്. നേരത്തെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്തിട്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഒരു എം ടി ലിസ്റ്റാണ് ഉണ്ടാക്കിയത്. ഇതൊരു കണ്ടീഷൻ ചെക്കിംഗ് ബ്ലോക്കാണ് ഈ ലൂപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്ന. ഓക്കെ, ഇനി അടുത്ത ബ്ലോക്ക്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട് ഇതിൽ കേട്ടോ. ഇതിൽ അത്യാവശ്യം എന്നത് പറഞ്ഞുതരാം. പിന്നെ ഇൻഡെക്സ്, ഇത് അടുത്ത മെയിൻ ആയിട്ടുള്ള ബ്ലോക്കാണ്. ഇത് സെലക്ട് ലിസ്റ്റ് ഐറ്റം. ഈ ബ്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ലിസ്റ്റ് കണ്ടു, ഇത് എം ടി ഒഴിവാക്കിയിട്ട് ഈ ലിസ്റ്റിനോട് ഈ ലിസ്റ്റിൽ നമ്മൾ 3 ഐറ്റംസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടണം അതിൻ്റെ ഡാറ്റ. അതാണ് നമുക്ക് രണ്ടാമത്തെ ഐറ്റം ഏതാണെന്ന് അറിയണം, നമുക്കറിയില്ല. അപ്പോൾ അത് അറിയണമെങ്കിൽ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് എന്ത്, സെലക്ട് ലിസ്റ്റ് ഐറ്റം. അതുപോലെ ഇതിൽ 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതുപോലെ ഒന്ന് ലിസ്റ്റ്, ഏത് ലിസ്റ്റത്തെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ലിസ്റ്റും, അതേപോലെ ഇൻഡെക്സ് പറഞ്ഞ പൊസിഷനാണ്. അപ്പോൾ ഇത് 1ാമത്തെ പൊസിഷനിലുള്ള എന്താണ് ഐറ്റമാണ്. ഇത് 2. അതേപോലെ അത് അതിന് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇൻഡെക്സ് എന്നുള്ളത്. 1ാമത്തെ ഇൻഡെക്സ്. ഇതിൽ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക, 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 1ാമത്തെ ഇൻഡെക്സ് ഇത് 2, ഇത് 1. ഓരോ ലിസ്റ്റിലെ ഐറ്റംസുകൾ ഇൻഡെക്സ് ബേസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള 100 എന്നുള്ളത് കിട്ടണം, വാല്യൂ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലോക്കാണിത്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കണം. സാമ്പിൾ ലിസ്റ്റ് എന്നുള്ള ഗെറ്റ് വേരിയബിൾ നെയിം കൊടുത്തു. ഇനി ഇൻഡെക്സ് എത്രയാണ്, ഇവിടെ 2ാമത്തെ ഇൻഡെക്സ് ആണ്. അപ്പം മാത്ത് ബ്ലോക്കിൽ പോയിട്ട് ഇവിടെ 2 കൊടുക്കും. ഇത് 2ാമത്തെ ഇൻഡെക്സിലുള്ള ആ ലിസ്റ്റിൽ, സാമ്പിൾ ലിസ്റ്റ് എന്ന ലിസ്റ്റിൽ 2ാമത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യണം. ഒന്ന് ഡു ഇറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 100 എന്നുള്ളത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ 2ാമത്തെ ഇൻഡെക്സിലുള്ള ഏതാണ്, 100 ആണ്. നമുക്ക് 3ാമത്തെ ഐറ്റം കൊടുക്കണം. ഒന്നും കൂടി ഡു ഇറ്റ് ചെയ്യാം. കണ്ടോ, ഫാൾസ്. 3ാമത്തെ ഐറ്റം എന്താണ്, ഫാൾസ് ആണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് യൂസ് കേസുള്ള ബ്ലോക്കാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കാം എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ. ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോവാം. അടുത്ത ബ്ലോക്കിൽ ഇൻസേർട്ട് ഈ ബ്ലോക്കാണ്. ഇതൊരു യൂസ് കേസുള്ള ബ്ലോക്കാണ്, ഒരുപാട് യൂസ് കേസുള്ള ബ്ലോക്ക് തന്നെയാണ് ഇപ്പം ഇൻസേർട്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റംസ് ആഡ് ചെയ്യാൻ ഒരു ബ്ലോക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ആഡ് ഐറ്റംസ് ലിസ്റ്റ്. ഇതിവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ മല്ലു എന്ന് പറഞ്ഞ ഐറ്റം അടുത്ത ഇൻഡെക്സിലേക്കായിരിക്കും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇവിടെ 3ാമത്തെ ഇൻഡെക്സ് വരെ നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലു എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇതിലേക്ക് കൊടുക്കുമ്പോൾ 4ാമത്തെ ഇൻഡെക്സിലായിരിക്കും എന്ത് ചെയ്യുക, വരിക. ഇനി നമുക്കൊരു ഐറ്റം എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ഇൻഡെക്സിലേക്ക് 1ാമത്തോ അല്ലെങ്കിൽ 2ാമത്തെ ഇൻഡെക്സിലേക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. ഇതിപ്പോൾ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഒരു ലിസ്റ്റിൻ്റെ ലാസ്റ്റിലേക്കാണ് പോവാം. നമുക്ക് ഒരു നടുവിലേക്കോ അല്ലെങ്കിൽ ആ തുടക്കത്തിലോ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഇൻഡെക്സിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബ്ലോക്കാണ് യൂസ് ചെയ്യുക, ഇൻസേർട്ട് ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞ ബ്ലോക്ക്. ഇവിടെ ലിസ്റ്റിൽ എന്ത് ചെയ്യാം, ഏത് ലിസ്റ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടതെന്ന് യൂസ് ചെയ്ത് നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാം. ലിസ്റ്റ് കൊടുത്തു. ഇനി ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യണം, 2ാമത്തെ ഇൻഡെക്സിലേക്ക് വേറൊരു വാല്യൂ കൊടുക്കണം. ഇത് പോവില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യും,
ഈ 100 എന്നുള്ള മൂന്നാമത്തെ ഇൻഡെക്സിലേക്ക് പോകും. അതേപോലെ ഫാൾസ് എന്നുള്ള നാലാമത്തെ ഇൻഡെക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നമുക്കിത് ഇൻഡെക്സ് കൊടുക്കാം. രണ്ടാമത്തെ ഇൻഡെക്സിലേക്കാണ്. രണ്ടാമത്തെ ഇൻഡെക്സിൽ കൊടുത്തു. ഇനി ഏത് ഐറ്റം ആണ് ആഡ് ചെയ്യേണ്ടത് കൊടുക്കാം. എന്താ ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, എന്തൊരു വാല്യൂ കൊടുക്കാം? കോഡിങ് കൊടുക്കാം. കോഡിങ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് എന്താ ഇൻസേർട്ട്. അപ്പം എന്തോ ഇത് രണ്ടാമത്തെ ഇൻഡെക്സിൽ വരുമ്പോൾ 100 എന്നുള്ളത് മൂന്നാമത്തേലേക്ക് മാറും. അതേപോലെ ഫാൾസ് എന്നുള്ളത് നാലാമത്തിലേക്ക് മാറും. ഓക്കെ, ഇനി മെയിനായിട്ട് വരുന്ന ബ്ലോക്കുകൾ ഇതൊക്കെ റിമൂവ് ഐറ്റം ലിസ്റ്റ്. ഒരു ലിസ്റ്റിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യാനുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി, ലിസ്റ്റിന്റെ പേര് കൊടുക്കാം. ഇത് ഇവിടെ ഇൻഡെക്സും അതേപോലെ ലിസ്റ്റിന്റെ പേര് സ്പെസിഫൈ ചെയ്താൽ മതി. അതിൽ നിന്ന് ഓക്കെ ലിസ്റ്റ് കൊടുത്തു. ഇൻഡെക്സ് നമുക്കിപ്പോൾ ഒരു രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള 100 എന്നുള്ള റിമൂവ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് മാക്ട് ബ്ലോക്കിൽ പോയിട്ട് ഇവിടെ ഇൻഡെക്സ് കൊടുക്കാം. ഏത് ഇൻഡെക്സ് ആണോ വേണ്ടത് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം മതി. അപ്പോൾ ആ ലിസ്റ്റത്തെ ആ ഇൻഡെക്സിലുള്ള ഐറ്റം എന്ത് ചെയ്യും, റിമൂവ് ആവും. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെയാണ് ഈ ബ്ലോക്കുകളുടെ യൂസേജ്. ഇതൊക്കെ ഒരുപാട് കണ്ടോ, ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി നമുക്ക് ബിഗിന്നർ ലെവലിൽ ഇതൊന്നും വേണ്ട ആവശ്യം ഉണ്ടാവില്ല. മെയിനായിട്ടും ഈ സെലക്ട് ലിസ്റ്റ് ഐറ്റം ബ്ലോക്കും അതേപോലെ ആഡ് ഐറ്റം ബ്ലോക്കും അതേപോലെ മേക്ക് ലിസ്റ്റ് ഇതൊക്കെ ആവശ്യം വരുള്ളൂ. പിന്നെ ലെങ്ത് ഓഫ് ലിസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ അത്യാവശ്യം ഒരു ബിഗിന്നർ മോഡിൽ അത്യാവശ്യമുള്ള ബ്ലോക്കുകൾ മാത്രം പരിചയപ്പെടുത്തിയത്. ഇനി കൂടുതൽ ആ ബ്ലോക്കിൽ തന്നെ ലിസ്റ്റിൽ ഒരുപാട് ബ്ലോക്ക് ഞാൻ കണ്ടു. ഓക്കെ, കാണാൻ കഴിയും. ഇതൊക്കെ അതിലുള്ള ബ്ലോക്കുകളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആദ്യത്തിൽ ആവശ്യം വരില്ല. ഇനി വന്നാൽ നമുക്ക് പുതിയൊരു ആപ്പുകളൊക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഒരു മോഡലിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ ആപ്പ് നമുക്ക് ഉണ്ടാക്കണം. അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബിഗിന്നർ ട്യൂട്ടോറിയൽസ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയാം. ഇത്രേ ഉള്ളൂ ഈ ബ്ലോക്കുകളെ കുറിച്ച്, ലിസ്റ്റ് ബ്ലോക്കുകളെ കുറിച്ച്. അടുത്ത വീഡിയോയിൽ നമുക്കൊരു പുതിയ കാറ്റഗറി ആയിട്ട് കാണാം.